എന്നിട്ടും എഴുതിപ്പിച്ചിരിക്കുന്നത് ഞാൻ എനിക്ക് പാടുന്നുണ്ടെന്ന്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തയാണ് തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിദ്യാലയത്തിലേക്ക് പോവുകയായിരുന്ന 3 ക്ലാസ് വിദ്യാർത്ഥിനിയെ ചക്കക്കൊമ്പനും പടയപ്പയും ചേർന്ന് വഴിയിൽ വെച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നു. ഈ ആനകൾക്ക് എന്തിൻ്റെ സുഖ്യത പട്ടത്തിന്റെ അവിടെ പിന്നോട്ട് നടന്ന പോലെ വെറുതെ ആനകളെ പറയിപ്പിക്കാനായിട്ട്. എന്തായാലും വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആനകളെ ആകർഷിക്കുന്ന രീതിയിൽ വസ്ത്രധാരണം നടത്തിയതിന് വിദ്യാർത്ഥിനിക്കെതിരെയും വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾക്കെതിരെയും വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുപോലെ ആകർഷിക്കാനായിട്ട് ഹണിറോസ ആനയെ വെറുതെയോ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷൻ്റെ പരിപാടിയാണ്. അല്ല പിന്നെ തടിക്ക് കിട്ടിയ പച്ചക്കറി വാങ്ങുന്നതിന് ഇതുവഴി പോവുകയായിരുന്ന മുഖ്യമന്ത്രിയുടെ വാഹനം ഓവർടേക്ക് ചെയ്തു പോയ ആംബുലൻസിനെ ഇട്ടപ്പള്ളി ജംഗ്ഷനിൽ വെച്ച് പിടികൂടുകയും ഡ്രൈവറുടെ ലൈസൻസ് ആദ്യ സ്പോട്ടിൽ ക്യാൻസൽ ചെയ്ത് ആറഞ്ചും പോലീസുകാർ തല്ലി നീക്കി പാലിച്ചിരിക്കുന്നു. ഈ ആംബുലൻസ് ഡ്രൈവർക്ക് അങ്ങനെ തന്നെ വേണം. കൈ കാണിച്ച് നിർത്തിയ ആർക്ക് ലിഫ്റ്റ് കൊടുക്കുകയും റോക്കറ്റ് പോകാൻ പോലെയാണ് പോകുന്നത്. പോലീസിന്റെ അവസരോചിതമായി ഇടപെടുകൊണ്ട് ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗികളെ 16 അടിയന്തരം സ്വഭാവത്തിൽ നടത്തുന്നതായിരുന്നെന്ന് പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നു. ഈശ്വരനെ ലീവ് കിട്ടുമോ എന്തായാലും നല്ല ഫുഡ് അടിക്കണോ അങ്ങനെ ഞാൻ പ്രതിഷേധിക്കും. അല്ലെങ്കിൽ എന്നോട് കളി ഇനി അടുത്തതായിട്ട് ടോക്ക് ഷോ ഉണ്ടോ. ഇതൊക്കെ നമ്മുടെ ടോക്ക് ഷോയിൽ പങ്കുചേരുന്നത് യുവജനങ്ങളുടെ പ്രതിനിധിയായ യുവജന കമ്മീഷൻ അധ്യക്ഷ യുവജന കമ്മീഷൻ അധ്യക്ഷ മിസ് ചന്ദ്രി ജയറാമാണല്ലോ. സോറി ഫോണിൽ നടക്കുക അതിൻ്റെ പ്രതിച്ചിരിക്കാനായിട്ട് സാധനങ്ങള് നിങ്ങൾക്ക് ചിരിക്കാനൊന്നും നിങ്ങൾക്ക് ഈ സാധനം ചെയ്യാമോ എന്നിട്ട് അറിയാമോ. ഞാനിതൊന്ന് അവസാനിച്ചത് മിസ് ചിന്ത ജയറാമാണ്. വെൽക്കം മിസ് ചിന്ത. ചിന്ത പേഴ്സണലായിട്ടുള്ള ചോദ്യത്തിലൂടെ നമുക്ക് തുടങ്ങാം. എന്താ കുഴപ്പമുണ്ടോ? ഓക്കെ. ചിന്ത അടുത്തത് പറഞ്ഞു തേൻ ഇഷ്ടമില്ലാതെ. തേൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ? എനിക്കൊക്കെ കിട്ടി ഞാൻ കുടിക്കും. അപ്പം എന്താണ് തേൻ ഇഷ്ടമില്ലാത്ത? മിസ്റ്റർ, ഞാൻ എല്ലാ ഫുഡും കഴിക്കും, പക്ഷേ എനിക്ക് തേൻ മാത്രം ഇഷ്ടമില്ല. അതായത് എടുക്കുന്നത് അതൊക്കെ ശേഖരിച്ച് വെക്കുന്നതൊക്കെ. അപ്പോൾ എനിക്കെന്തോ അത് കഴിക്കുമ്പോൾ ഒരു അവതാരം വരുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നൊക്കെയാണ്. ഓക്കെ. എന്നാൽ പിന്നെ എന്താ ഇഷ്ടമുള്ള സാധനമാണ്? അങ്ങനെ ചോദിക്കും. കോഴിമുട്ട ഇഷ്ടമാണ് എനിക്ക്. ഓ മനസ്സിലായി. മുട്ട അത് പിന്നെ കോഴിയുടെ വായിൽ നിന്നല്ല വരുന്നത്. കൊള്ളാം. അടുത്തത് എനിക്ക് ചോദിക്കാനുള്ള ചിന്തകള് ഇപ്പോഴത്തെ യുവജനങ്ങളുടെ രാഷ്ട്രീയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? യുവജനങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലെ അഗാധതയിൽ ആഴ്ന്നിറങ്ങിയ വികാരവിചാരങ്ങളുടെ പ്രക്ഷുബ്ധമായ അതിനെതിരെയുള്ള പ്രാർത്ഥികമായ ഒരു ചിഞ്ചിയുടെ അവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? എന്താ മനസ്സിലായില്ലേ? ഒക്കെ മനസ്സിലായി. എന്നൊന്നും മനസ്സിലായില്ല. ഒന്നുകൂടി പറയാമോ? Impossible things of today to the possible things of tomorrow. So I can firmly say that youth can do that. Youth can change impossible things of today. They can embrace change. They can do a lot of creative things. Lot of new ideas are there. But now, as you commented that it's very difficult for a normal young leader to achieve some positions or some decision, to grow up to a decision-making position. So there must come some change. Everyone should be strong enough to make changes, and if winter comes, can spring be far behind. So we thought for a very glorious future where India is guided and led by young people and brains and fresh blood. ഇംഗ്ലീഷില് കോളേജിലാണ് പഠിച്ചത്. അനാവശ്യം പറയുന്നു. ഞാനും ഞങ്ങളുടെ പാർട്ടിക്കാരും സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഹൈസ്കൂളിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അതുപോലെ കോളേജിലും ഹൈ കോളേജിലൊക്കെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. എനിക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് ചിന്ത അടുത്തത് അമേരിക്കയിൽ പോയത് വളരെ വിവാദമായല്ലോ. എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്?
ഞാൻ പോയി. അതിനെന്ത് വിവാദം? സർക്കാരിന്റെ പേരിലല്ലേ പോയത്? ചിന്തയുടെ അമ്മയോടായിരുന്നു കൂടെ. ഉവ്വ്, അമ്മയില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. ചിന്തയുടെ അച്ഛനോടായിരുന്നു കൂടെ. ഓ അതോ, അച്ഛനില്ലെങ്കിൽ അമ്മയ്ക്ക് പറ്റില്ല. എന്നാ വീട്ടിലെ പട്ടിക്കുട്ടിയൊന്നും കൊണ്ടുപോയിരുന്നില്ല. അല്ല, ഇതുവരെ എന്തായിരുന്നു അസുഖം പറഞ്ഞില്ല. എന്നിട്ടായിരുന്നു അസുഖം എനിക്ക് പോകാനായിട്ട്. ഞാനതൊരു ട്രീറ്റ്മെന്റിന് വേണ്ടി പോയതാണ്. അത് പിന്നെ തലയിൽ എന്താണെന്നറിയില്ല, ഭയങ്കര ചോദിച്ചു. ഈ പെൻഷനിലെ യുനോ ഈ രാഷ്ട്രീയക്കാരും ഈ മൂലക്കുരുവിനും ചൊറിച്ചിലിനൊക്കെ ഇങ്ങനെ ലോപിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് നിൽക്കുക. ഇതൊക്കെ ഭയങ്കര ചെലവല്ലേ? ഇപ്പൊ എന്നെ തന്നെ നോക്ക്, എന്റെ മോൻ കണ്ടു കഴിഞ്ഞാൽ തോന്നോ പറയോ എനിക്ക് മൂലക്കുരുവിൻ്റെ അതൊക്കെ എങ്ങനെയാണ് കൊണ്ടിറക്കാം. അല്ല പിന്നെ അതിനിപ്പോ ആർക്കാണ് പ്രശ്നം? ഞാൻ വീണ്ടും മോദി പറയുന്നു, ഞാൻ സർക്കാരിന്റെ ചെലവിലാണ് മിസ്റ്റർ പോയിരിക്കുന്നത്. എന്തുട്ടി പോകാൻ പറഞ്ഞേ? സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ APG സെന്ററിലാണ് ഇന്ത്യൻ വ്യവസ്ഥിച്ചിട്ടുണ്ട്. അത് ഈ സർക്കാരിന്റെ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ ഈ പാവങ്ങളുടെ നികുതിയില്ലേ, പിന്നെ ബാക്കി നിങ്ങൾ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പക്കറ്റുമായിട്ട് പിടിച്ചെടുക്കുന്നത്. അല്ല പിന്നെ അപ്പൊ അല്പം നാണം വേണം ഇങ്ങനെ ഈ അമേരിക്കൻ സിൽക്ക് സർവീസിന്റെ ചുറ്റിക്കഴിഞ്ഞ് പോകുവാനായിട്ട് ഈ മൂലക്കുരുവിനൊക്കെ ആയിട്ട്. നിർത്തടി ഇതിന്റെ പ്രസംഗം. അവന്റെ ഒരു മണിക്കുച്ചാല് നിർത്തിക്കൊണ്ടിരുന്നത് 7 ദിവസം തന്നെ. അതിനുള്ളിൽ അടച്ചുകുത്തി പോയില്ലെങ്കിൽ തൊളയിൽ കൊള്ളികൊണ്ട് പോയിട്ട് കിടക്കുന്ന ഞങ്ങൾ അണികളെ കയറി അങ്ങ് നിരങ്ങും. ഈശ്വരന്മാരെ, എന്തൊരു ചീത്ത വിളിച്ചത്, കണ്ണു പൊട്ടനെ ചീത്ത വിളിച്ചു. ഇവിടെ ചിന്തയില്ല, ഇവിടെ ചന്തയാണ്. ചന്തയാണ്. ഇവരുടെ പേരിൽ മാത്രമേ ചിന്തക്കുള്ളൂ, ബാക്കിയുള്ള പ്രവർത്തികളിൽ. അത് എന്തൊരു സാധനം അത്. അതിനെന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? ഇതൊന്നും കാര്യമില്ല. എനിക്ക് ഇതിൽ നല്ല ചീത്ത പറയുന്നത് ദിവസവും കുറവാണ്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി, യൂറോപ്പിലെ ഞങ്ങളുടെ പ്രതിനിധി അയർലൻഡിൽ നിന്നും ചേരുന്നു. പറയുക, അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? Right now I am standing among a group called ICCL and they are celebrating their Easter Vision with a number of cultural activities. I heard that when ICCL was formed there were only a few members in it, but now this has increased by hundreds of families under the leadership and dedication of people like Ms. Preeta Joshi, Mr. Rajya Rani and Mr. Baiju and Mr. Vinod. This is how we are reporting from Port Elizabeth with cameraman December. വീണ്ടും ഇംഗ്ലീഷ് എനിക്ക് തൃപ്തിയായി. ഞാൻ പോവാ. അപ്പൊ എല്ലാവർക്കും എന്റെ വക ഈസ്റ്റർ വിഷു ആശംസകൾ.